ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ വെള്ളരിക്ക പച്ചടിയാണ്. ആദ്യം നമുക്ക് വെള്ളരിക്ക ചെറുതായി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വെള്ളരിക്കയുടെ 1/4 പോർഷനാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഏകദേശം 10 പീസോളം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില ഇവ റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനിയും നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഒപ്പം 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. കടുക് അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാം. ഇനി പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം മുൻപ് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, വെള്ളരിക്ക, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇവ വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമാകാൻ വെയിറ്റ് ചെയ്യേണ്ട. ഏകദേശം വഴണ്ടു വരുമ്പോൾ അതിലേക്ക് മുൻപ് റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഏകദേശം 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മിശ്രിതത്തെ തണുക്കാൻ വെക്കുക. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് മുൻപ് പാനിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ബീറ്റ് ചെയ്ത തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അവസാനമായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.